നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹുകേതുക്കൾ ഫലദാന വിഷയത്തിൽ വളരെ നിർണായകമാണ്. രാഹുകേതുക്കൾ പ്രസാദിച്ചാൽ വളരെയധികം ഫലങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും രാഹുകേതുക്കളുടെ പ്രസാദം ഒരു വ്യക്തിക്ക് കൂടിയേ തീരുകയുള്ളൂ. നമുക്ക് ഇപ്പോഴുള്ള രാഹുകേതുക്കളുടെ സ്ഥിതിയും ഓരോ രാശിക്കൂറുകാർക്കും ആ രാഹുകേതുക്കൾ എന്തെല്ലാം ഗുണഫലങ്ങൾ നൽകുന്നു എന്നുള്ളതും, രാഹുകേതുക്കൾ എന്താണ്, രാഹുകേതുക്കളുടെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതെല്ലാം പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, രാഹുകേതുക്കളുടെ അനുഗ്രഹത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ, മന്ത്രജപം, ഓരോ രാശിക്കാരുടെയും അവർ ജപിക്കേണ്ട മന്ത്രങ്ങൾ, ഇവയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ചെറിയ ചെറിയ വീഡിയോകളിലാക്കി ചെയ്യുകയാണ്. നമുക്ക് രാഹുകേതുക്കൾ എന്താണ്, അവ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം രാഹുകേതുക്കളെ പരിചയപ്പെടുത്താം. ഇത് ഒന്നാം ഭാഗമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ അതിശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. പലപ്പോഴും ക്ലേശഫലങ്ങൾ കൂടുതൽ നൽകുന്നവയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും. ശുഭഭാവത്തിൽ ശുഭഫലദായകരായി നിൽക്കുമ്പോൾ സദ്ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കൊക്കെ ദുരിതവും സൃഷ്ടിക്കുന്നതാണ്. ഒരാൾക്ക് ചിന്തിക്കുന്നതിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുമുള്ള കഴിവ് രാഹുകേതുക്കൾ മൂലം ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടേക്കാം. രാഹുകേതു ദോഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യനും ചന്ദ്രനുമാണ് ജ്യോതിഷപ്രകാരം രാഹുകേതുക്കളുടെ ശത്രുക്കൾ. ദുർവാസാവിന്റെ ശാപം കാരണം ജരാനരകൾ ബാധിച്ച ദേവന്മാർ അമരത്വത്തിനായിട്ട് അസുരന്മാരുടെ കൂടി സഹായത്തോടുകൂടി പാലാഴി കടഞ്ഞ് അമൃത് നേടി എന്നാണ് കഥ. അസുരന്മാരെ കബളിപ്പിച്ച് മോഹിനി അമൃതുമായി കടന്ന് ദേവന്മാർക്ക് വിളമ്പാൻ തുടങ്ങിയപ്പോൾ സർവഭാനു എന്ന അസുരൻ വേഷപ്രച്ഛന്നനായി സർപ്പരൂപത്തിൽ പന്തിയിൽ കടന്ന് ആദ്യം തന്നെ അമൃത് നേടി എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. പെട്ടെന്ന് സൂര്യചന്ദ്രന്മാർ ഇക്കാര്യം മോഹിനിയായ വിഷ്ണുവിനെ അറിയിച്ചു. ഭഗവാൻ ഉടൻ സുദർശനം പ്രയോഗിച്ച് സർവഭാനുവിന്റെ കഴുത്തറത്തതായിട്ടാണ് പുരാണം. അതിനകം തന്നെ അമൃത് കഴിച്ച് അമരത്വം നേടിയതിനാൽ സർവഭാനു മരിച്ചില്ല. അങ്ങനെ തല രാഹുവും ഉടൽ കേതുവുമായി ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗധേയങ്ങൾ നിശ്ചയിക്കാനുള്ള ചുമതലയും ഇവർക്ക് ലഭിച്ചു. അത് കാരണം രാഹുവും കേതുവും അപാരമായിട്ടുള്ള സ്വാധീനമാണ് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയത്തോട് മാത്രമാണ് ഇപ്പോഴും വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ നിഴൽ ഗ്രഹങ്ങളെ കാണുന്നത്. മനോരോഗം, അതൃപ്തി, മോഷണം, തിന്മ, ഭയം, വിധേയത്വം, ആശയക്കുഴപ്പം, രാഷ്ട്രീയ നേതാക്കൾ, മാന്ത്രിക കർമ്മികൾ ഇവയുടെയൊക്കെ പ്രതീകമാണ് രാഹു. കേതുവാകട്ടെ നഷ്ടം, ജീവിത വിരക്തി, നിർമ്മലത, അലച്ചിൽ, സങ്കീർണത എന്നിവയുടെയും കാരകഗ്രഹമാണ്. മോക്ഷം തരുന്നതും സന്യാസ ജീവിതത്തിന് കാരണമാകുന്നതും ഒക്കെ കേതുവിന്റെ സ്വാധീനമാണ്. ജാതകത്തിൽ കേതു നല്ല സ്ഥാനത്തുള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആത്മീയമായി ദുഷ്ഫലങ്ങൾക്കൊപ്പം ചില സദ്ഫലങ്ങളും നൽകാൻ കഴിവുള്ളവയാണ് രാഹു. അതേപോലെ തന്നെയാണ് കേതുവും. മറ്റ് ഗ്രഹങ്ങൾ സമ്മാനിക്കുന്ന ദോഷഫലങ്ങൾ രാഹു പ്രീതി വരുത്തിയാൽ പോലും കുറയ്ക്കുവാൻ കഴിയുന്നതാണ്. കേതു പ്രീതി നേടിയാൽ മറ്റ് ഗ്രഹങ്ങൾ നൽകേണ്ട സത്ഫലങ്ങൾ ഉറപ്പിക്കുവാനും വർദ്ധിക്കുവാനും അത് സഹായിക്കും. രാഹുവിന്റെ പ്രീതി നേടാനും രാഹുദോഷം കുറയ്ക്കാനും ദേവി ഉപാസന ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് സരസ്വതി ദേവിയെ ഭജിച്ചാൽ നല്ല ഫലം കിട്ടുന്നതാണ്. ചൊവ്വാഴ്ചകളിൽ രാഹുകാലത്ത് നാരങ്ങ വിളക്ക് തെളിച്ചാൽ രാഹുദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. കേതുർദോഷങ്ങൾ തീർക്കാൻ ഗണപതി ഭഗവാനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. രാഹുകേതുക്കളുടെ അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നതിന് ശ്രീ പരമേശ്വരനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. രാഹുകേതു ദോഷപരിഹാരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സന്നിധി കാളഹസ്തി തന്നെയാണ്. കഷ്ടപ്പാടുകളിൽ മുങ്ങിയവർക്ക് രാഹുകേതുക്കളുടെ അനുഗ്രഹം മുക്തി നൽകുമെന്നാണ് വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൈവരാൻ രാഹുകേതുക്കൾ സഹായിക്കും. ഇതിനായി രാഹുവിനെയും കേതുവിനെയും ഇഷ്ടമന്ത്രങ്ങൾ ചൊല്ലി ഭക്തിപൂർവം പ്രസാദിപ്പിച്ച് ഉപാസിച്ച് പ്രസാദിപ്പിക്കണം. രാഹുകേതുക്കൾ പ്രസാദിച്ചാൽ അപ്രതീക്ഷിതമായി നമുക്ക് ഓരോരുത്തർക്കും സമ്പത്തുണ്ടാകുമെന്ന് അനുഭവസ്ഥർ ശരിവയ്ക്കുന്നുണ്ട്. ദാരിദ്ര്യ ദുരിതം അനുഭവിക്കുന്നവർ രാഹുകേതു പ്രീതി വരുത്തുന്നതിനൊപ്പം തുടർച്ചയായി 41 ദിവസം എല്ലാം ത്യജിച്ച് ചുടലഭസ്മം ധരിച്ച ശ്മശാനവാസിയായ
ശിവഭഗവാനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാം കളഞ്ഞ് എരുതിയിലേറി വരുന്ന ശംഭു തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാണ്. ശിവമന്ത്രങ്ങൾ ചൊല്ലി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥനയും അതേപോലെ തന്നെ തേൻ സമർപ്പണവും ചെയ്യുന്നത് വിശേഷമാണ്. രാഹുകേതുക്കളുടെ പ്രീതിക്കായിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഉപാസന ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യുന്ന വഴിപാടുകൾക്കും രാഹു പ്രീതിക്കായിട്ടുള്ള ഉപാസനകൾക്കും ഫലമുണ്ടാകില്ല എന്നാണ്. അത് മുടങ്ങാതെ 41 ദിവസം ഈ സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ, ഈ സങ്കല്പത്തിൽ ശിവപൂജ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് വിശ്വാസം. സമ്പത്ത്, മനോബലം, വീര്യം, സന്തോഷം, സമാധാനം ഇവയെല്ലാം കൈവരുന്നതാണ്. ഏതൊരു കാലത്തും ഈ ഉപാസനയിലൂടെ നേടുന്ന ശിവപ്രീതി ധനാഗമനത്തിന് വഴി തുറക്കുന്നതിനൊപ്പം രാഹുകേതു, ശനി ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. രാഹുകേതു പൂജയ്ക്കായിട്ട് മിക്ക ക്ഷേത്രങ്ങളിലും പരിഹാര കർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കാർക്കും സ്വയം ജപിക്കാവുന്ന മന്ത്രങ്ങളെയും കൂടെ നാം ഈ വീഡിയോകളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനായിട്ടാണ് പ്രത്യേകം ഓരോ വീഡിയോ ചെയ്യുന്നത്. രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗോമേതകവും കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യവും ധരിക്കുന്നത് രാഹുകേതു ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. എന്നാൽ രാഹുകേതുക്കളുടെ ഗോമേതകവും വൈഡൂര്യവും ഒക്കെ വില കൂടിയ രത്നങ്ങളാണ്. എല്ലാവർക്കും അത് സാധിക്കുകയുമില്ല. എന്നാൽ ജാതകപ്രകാരം ചില രാശിക്കാർക്ക് അത് ധരിക്കാനും പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് പലർക്കും അപ്രായോഗികമായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഏറ്റവും പരിഹാരം മന്ത്രജപം തന്നെയാണ്. ഓരോ രാശിക്കൂറുകാർക്കും അത് ഗുണമാണോ ദോഷമാണോ എന്ന് അറിഞ്ഞുകൊണ്ട് അതാത് രാശിക്കാർ ചെയ്യേണ്ട മന്ത്രജപത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ഓരോ രാശിക്കൂറുകാരുടെയും വീഡിയോ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും അവരവർക്ക് എന്തെല്ലാം ദോഷങ്ങളും ഗുണങ്ങളുമാണ് രാഹുകേതുക്കൾ ചെയ്യുന്നത് എന്നും അതിന് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട മന്ത്രങ്ങളും ഒക്കെ പരിചയപ്പെട്ടു പോകാം. തുടർ ദിവസങ്ങളിൽ നമുക്ക് ആ വീഡിയോകൾ കാണാം. രാഹുകേതുക്കളെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടിയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മേടക്കൂറുകാരുടെ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്താനുള്ള ഉപായങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.